ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹിമ എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ഹിമ, യഥാർത്ഥ പേരല്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മാഡം എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തിയേക്കും. ഞാൻ 8 വർഷം ഒരാളുമായി പ്രണയത്തിലായിരുന്നു. എൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും ഒട്ടും സമ്മതമല്ല. കാര്യം ജാതി വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. +2 മുതൽ ഞങ്ങൾ പ്രേമത്തിലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിടിവാശിയോടുകൂടി നിന്നതുകൊണ്ട് 1.5 വർഷത്തിന് മുമ്പ് വീട്ടുകാർ അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്ന് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ഞങ്ങൾ 2 മാസമേ താമസിച്ചുള്ളൂ. കാര്യം എന്തൊക്കെയാണെങ്കിലും ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ടൗണിൽ ഒരു ചെറിയ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് മാറി. എനിക്കാണെങ്കിൽ 9 മണി തൊട്ട് 5 മണി വരെയാണ് ജോലി. ഹസ്ബൻഡ് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ജോലിക്ക് ഇറങ്ങുന്നത്. പക്ഷേ വരുന്നത് ഒത്തിരി താമസിച്ചൊക്കെയാണ്. കാര്യം നല്ലൊരു പൊസിഷനിലാണ് പുള്ളി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നല്ല സൂപ്പറായിട്ട് പോയി. വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഗൗനിക്കാനും പോയില്ല. കല്യാണം നടന്ന് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ നല്ല സ്നേഹം എപ്പോഴും ഉടലെടുത്തിരുന്നു. പിന്നെ എത്ര ക്ഷീണിച്ച് വന്നെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് എന്നെ കൺസിഡർ ചെയ്യാതെ ഉറങ്ങില്ല. പിന്നെ ഞാൻ പറയും എൻ്റെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹവും എന്നോട് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ നല്ലൊരു സ്നേഹബന്ധമാണ് എപ്പോഴും നിലനിന്നിരുന്നത്. ഞാൻ അതീവ സംതൃപ്തവതി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. പിന്നെ കുട്ടികൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നവുമില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പോക്ക്. പക്ഷേ 1 വർഷമായിട്ടും ഞങ്ങൾ ആക്റ്റീവായിരുന്നിട്ടും കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ 2 പേരും പരിശോധനയെല്ലാം നടത്തി. ഒരു പ്രശ്നവുമില്ല, സാരമില്ല, കാത്തിരിക്കുമെന്ന് ഡോക്ടർമാരും പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം 4-5 മാസത്തിന് മുമ്പ് എനിക്ക് ഓഫീസിൽ നിന്നും ഒരു ട്രെയിനിങ് പ്രോഗ്രാം വന്നു. 2 ആഴ്ചയാണ് ട്രെയിനിങ്. 2 ആഴ്ച പോയി കോഴിക്കോട് നിൽക്കണം. അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും എൻ്റെ സാലറിയൊക്കെ കൂടുകയും എനിക്ക് കുറച്ചുകൂടെ നല്ല ബെനിഫിറ്റ്സുകൾ ഉണ്ടാകുകയും ചെയ്യും. ഞങ്ങൾ ഓഫീസിൽ നിന്ന് 2 പേരാണ് പോകേണ്ടത്. ഞാനും എൻ്റെ സീനിയറായ വേറെ ചേച്ചിയും. തൽക്കാലം ചേച്ചിയെ നമുക്ക് റീമ എന്ന് വിളിക്കാം. റീമ ചേച്ചിക്ക് എന്നെ വലിയ കാര്യമാണ്. ഓഫീസിൽ ചെന്നപ്പോൾ മുതലേ എന്നെ പല കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഭർത്താവും ഒരു കുട്ടിയുമാണ് റീമ ചേച്ചിക്കുള്ളത്. അവരും പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. പുള്ളിക്കാരനെ കാണാനും നല്ല സുന്ദരനായ ഒരു മനുഷ്യനാണ്. 2 പേരും തമ്മിൽ എപ്പോഴും ഇണക്കുരുവികളെ പോലെയാണ്. ഞാനത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയും, നീയും അത്ര മോശമൊന്നുമല്ല, നല്ലതല്ലേടി. സ്നേഹം എപ്പോഴും ജീവിതത്തിൽ നിലനിൽക്കുന്നത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ചേച്ചി സ്നേഹത്തെയും പ്രണയത്തെയും ഇടയ്ക്കിടയ്ക്ക് മഹത്വപ്പെടുത്തി പറയും. ഞങ്ങൾക്ക് 2 പേർക്കും 2 ആഴ്ച ഒന്നിച്ച് ട്രെയിനിങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തന്നെയായിരുന്നു. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ മോനെയൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട്, പ്രശ്നമില്ല. എനിക്കാണെങ്കിൽ പിന്നെ കുട്ടികളുമില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് സന്തോഷം തന്നെ. ഞങ്ങൾക്ക് 2 പേർക്കും പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ 2 ആഴ്ചത്തേക്ക് പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് ഞങ്ങൾക്ക് 2 പേർക്കും അക്കോമഡേഷൻ ശരിയാക്കിയിരിക്കുന്നത്. പക്ഷേ ചേച്ചി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി മോളെ, നമുക്ക് ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കണ്ട. ഞാൻ ചോദിച്ചു, പിന്നെ എവിടെ നിൽക്കും? ലോഡ്ജ് വല്ലയിടത്ത് നിൽക്കാൻ പറ്റുമോ, അതോ വീട് വാടകയ്ക്ക് എടുക്കണോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ആൻറ്റി കോഴിക്കോട് ടൗണിനടുത്തായിട്ട് തന്നെയുണ്ട്. പുള്ളിക്കാരെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നിങ്ങളിവിടെ വന്ന് 2 ആഴ്ച നിൽക്ക്. എനിക്ക് വലിയ ഇഷ്ടമാണ് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ വരാൻ മാത്രം അധികം ബന്ധുക്കൾ ഇല്ലല്ലോ എന്നോർത്തുള്ള വിഷമമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഒത്തിരി കാലമായ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിൽക്കും മോളെ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുകയാണ്. അതൊക്കെ വേണം ചേച്ചി, അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? എടി, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല വലിയൊരു വീടാണ്. പിന്നെ 2 ആൺമക്കളുമുണ്ട്. 2 ആൺമക്കളോ? ഷോ, നമ്മൾ എന്തിനാ ചേച്ചി അങ്ങോട്ട് പോകുന്നേ? അത് ശരിയാകില്ല. അതൊന്നും സാരമില്ലടി. ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് PGക്ക്. ഒരു ചെക്കന് ഇപ്പോൾ ജോലി കിട്ടി. അവന്മാർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡൊക്കെ മരിച്ചു പോയിട്ട് കുറേ വർഷമായതാണ്. പുള്ളിക്കാരൻ്റെ പെൻഷനോ മറ്റോ കിട്ടുന്നുണ്ട്. അത് വെച്ചാണ് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത്. നല്ലൊരു സ്ത്രീയാണ്. നമുക്ക് അവിടെ പോയി താമസിക്കാം മോളെ, ഒരു പ്രശ്നവുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയി ഹോസ്റ്റലിൽ നിൽക്കാമല്ലോ. പിന്നെ ഫുഡും അതൊരു പ്രശ്നമാണ്. അവിടുത്തെ ആഹാരമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. ആൻറ്റി ആകുമ്പോൾ നമുക്ക് നന്നായി വെച്ച് തരുമോളെ എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ചേച്ചി പറയുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്നോർത്ത് ഞാനും സമ്മതിച്ചു. അങ്ങനെ രാവിലെ ഇവിടുന്ന്
ട്രെയിൻ കയറി ഞങ്ങൾ വൈകിട്ട് കോഴിക്കോട് ചെന്നു. അപ്പോഴേക്കും കാറുമായിട്ട് ആൻറ്റിയുടെ മൂത്ത മകൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആക്ച്വലി ആ പയ്യനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ ഒരു പയ്യൻ്റെ സ്ഥാനത്ത് ഞാൻ ഹോളിവുഡ് സിനിമാ നടൻ എന്നെ വന്ന് സ്വീകരിക്കാൻ നിൽക്കുന്ന പോലാണ് തോന്നിയത്. അവനെ കണ്ട് ഞാൻ നോക്കി നിന്ന് പോയി. റീമ ചേച്ചിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ പുറകിൽ ഒരു നുള്ളു തന്നു. ബാ, അവൻ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞു. ചേച്ചിയാണെങ്കിൽ ഓടിച്ചെന്ന് കാറിൻ്റെ മുൻവശത്ത് കയറി, ഞാനാണെങ്കിൽ പുറകുവശത്തും. എന്നിട്ട് കാർ മുന്നോട്ട് പോകുന്തോറും ചേച്ചി അവനോട്, മോനെ ഇടാ, നിന്നെ കണ്ടിട്ടിപ്പോൾ ഒരു വർഷമായില്ലേ, നമ്മൾ അന്ന് കല്യാണത്തിൽ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനോട് എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. ഞാൻ ആ കാറിലുണ്ടെന്നുള്ള കാര്യം ചേച്ചി അവനെ കണ്ടപ്പോഴേ വിസ്മരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ സൗന്ദര്യത്തിൽ ചേച്ചിയും പെട്ടുപോയെന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. ഇതിനിടയ്ക്ക് എന്നെ ചേച്ചി നോക്കി, എന്നിട്ട് കണ്ണിറക്കി കാണിച്ചു. എന്തിനങ്ങനെ കാണിച്ചെന്ന് എനിക്കറിയില്ല മാഡം. എന്നിട്ട് അവൻ്റെ ദേഹത്തൊക്കെ തൊട്ടുകൊണ്ട്, എടാ നിനക്കിപ്പോൾ പ്രേമം വല്ലതും ഉണ്ടോ? നീ ജോലി ചെയ്യാൻ പോയെടുത്ത് ഏതെങ്കിലും നല്ല പെണ്ണുങ്ങളുണ്ടോ? അവളുമാരാരെങ്കിലും നിന്നെ സ്വന്തമാക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവനപ്പോൾ ചമ്മി എന്നെ നോക്കിയിട്ട്, അങ്ങനൊന്നുമില്ല, എനിക്ക് പ്രേമമൊന്നും ആയിട്ടില്ല, മോഡലിംഗാണ് എൻ്റെ സ്വപ്നം, പിന്നെ അഭിനയവും നോക്കുന്നുണ്ട്. നീ അഭിനയക്കാരനാണെന്ന് എനിക്കറിയാം, മൊത്തം അഭിനയമാണ്, ഏതോ ഒരു പെണ്ണ് നിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പിന്നെയും അവനെ കിള്ളുകയും നുള്ളുകയൊക്കെ ചെയ്തു. എൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ചേച്ചിയല്ല കാറിൽ കയറിയത്. ആകെപ്പാടെ അങ്ങ് മാറി. ചേച്ചിയുടെ തുള്ളാട്ടവും ഇളക്കമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു ചേച്ചിയെ വർഷങ്ങളായിട്ട് കൂടെ നിന്നിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തു. ഇവരൊരു കോഴിയാണോ എന്നുപോലെ എനിക്ക് സംശയം തോന്നിപ്പോയി മാഡം. അവനെ കണ്ടപ്പോഴേ ചേച്ചിക്ക് ഇളക്കം തട്ടിട്ടുണ്ട്. അനാവശ്യമായ കൊഞ്ചലും കുഴച്ചിലും തമാശ പറയലും ദേഹത്ത് തൊടലും അത് ചേച്ചി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി ഞാൻ വിചാരിക്കുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നത് ഇവനുമായിട്ട് ചേച്ചിക്ക് വാട്സാപ്പിലോ മൊബൈലിലോ ഒക്കെ നല്ല കണക്ഷനുമുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതുകൊണ്ട് ബന്ധുക്കളൊക്കെ എപ്പോഴും കണക്റ്റായിട്ടിരിക്കാമല്ലോ. അങ്ങനെ ചേച്ചിയുടെ ലീലാവിലാസങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നത്. അതിലുടനീളം ചേച്ചി ഞാൻ ആ കാറിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചു എന്ന് എനിക്ക് തോന്നി. എനിക്കത് ഇത്തിരി മാനസിക പ്രയാസമുണ്ടാക്കി. ആ ചെക്കനെ കൊണ്ട് എന്നെ ഒന്ന് നോക്കിപ്പിക്കാൻ പോലും ചേച്ചി സമ്മതിക്കുന്നില്ല. അല്ല, ഞാനെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അതും എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആണുങ്ങൾ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇത് അങ്ങനെയുള്ള പ്രശ്നം തന്നെയാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് അടങ്ങിയിരുന്നല്ലേ പറ്റുകയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ആൻറ്റി ഉമ്മർത്ത് തന്നെയുണ്ട്. ഞങ്ങളെ ഓടി വന്ന് സ്വീകരിച്ചു. ആദ്യം ചേച്ചിയെ കെട്ടിപ്പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മോളുടെ കാര്യം ഇവൾ എപ്പോഴും പറയാറുണ്ട്, മോളൊരു സുന്ദരിക്കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് വീടിനകത്തേക്ക് കയറിയത്. എനിക്ക് ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അങ്ങ് തീർന്നു. കാര്യം ഇവിടെ ഞാൻ സുന്ദരിക്കുട്ടി എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ അംഗീകരിച്ചില്ലേ, അതുകൊണ്ട് ഒറ്റ നിമിഷത്തിൽ ആൻറ്റിയുമായിട്ട് ഞാനങ്ങ് ജെല്ലായി. ആൻറ്റി എനിക്ക് വേണ്ടി ഒത്തിരി വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റി ഒരിക്കൽ പോലും ചേച്ചിയോട് പറഞ്ഞില്ല, എടി ഇത് നിനക്കാണെന്നും നീ ഇത് എടുത്ത് കഴിക്കാനൊന്നും പറഞ്ഞില്ല. എല്ലാം എനിക്കാണ് തരുന്നത്. ചേച്ചിക്ക് പിന്നെ അതൊന്നൊരു പ്രശ്നമില്ല. ചേച്ചിയാണെങ്കിൽ വാരി വലിച്ച് തിന്നുന്നു, പിന്നെ മൂത്ത മോനുമായിട്ട് സൊള്ളുന്നു. ഇതൊന്നും ആൻറ്റി ശ്രദ്ധിക്കുന്നില്ല. എനിക്കാണെങ്കിൽ അവരുടെ ഈ രീതികളൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആൻറ്റി എന്നെ പരിഗണിച്ചിങ്ങനെ കൂടെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും താഴെ തന്നെ നല്ലൊരു ഗസ്റ്റ് റൂമാണ് തന്നത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഞങ്ങളുടെ വീട്ടിനേക്കാൾ സൗകര്യം. പിന്നെ ആൺമക്കൾ രണ്ടുപേരും മുകളിലാണ് താമസിക്കുന്നത്. ആൻറ്റി ഞങ്ങൾ മാത്രമേ ഉള്ളൂ താഴെ. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഇളയ മകൻ വന്നത്. അവൻ ഏതോ ടർഫിലോ മറ്റോ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവനെ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി സന്തോഷമായി. അവൻ ചേട്ടനേക്കാൾ സുന്ദരനാണ്, പക്ഷേ ഇത്തിരി നാണം കുടുങ്ങിയാണെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടാണുങ്ങളെ ഞാൻ അത്ഭുതത്തോടു കൂടി ഏറെ കണ്ടിട്ട് നോക്കി. പരിചയപ്പെട്ടിട്ട് പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാം ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഓ ഈ ആമ്പിള്ളേർ രണ്ടുപേരും എന്ത് സൗന്ദര്യമുള്ളവരാണെന്ന്. അപ്പോൾ റീമ ചേച്ചി എന്നോട് പറഞ്ഞു, എടീ ശരിക്കുമില്ലേ ഇവരുടെ അച്ഛൻ അങ്ങേരെ ഒന്ന് കാണുമായിരുന്നു, എന്ത് സുന്ദരനാണെന്നറിയാമോ, പുള്ളിയാണ് യഥാർത്ഥ സൗന്ദര്യമുള്ള ആൾ. അങ്ങേരുടെ സൗന്ദര്യമാണ് ഇവിടെ പിള്ളേർക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. പിന്നെ ആൻറ്റിയും നല്ലൊരു സുന്ദരിയാണ്. പുള്ളിക്കാരൻ മരിച്ചു പോയിട്ട് എത്ര കാലമായി കാണും? ഇപ്പോൾ ഒരു 8 വർഷമായെന്ന് തോന്നുന്നു മോളെ. കാര്യം എൻ്റെ കല്യാണമൊക്കെ
കഴിഞ്ഞൊരു 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് മരിച്ചുപോയത്. എന്തൊരു സുന്ദരനായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് ആരെങ്കിലും കണ്ടോ? പിന്നെന്തായാലും സർക്കാർ സർവീസിലായതുകൊണ്ട് ആൻറ്റിക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻറ്റിയുടെ ഫാമിലിയൊന്നും അത്ര വലിയ പണമുള്ള ഫാമിലിയല്ല. പക്ഷേ അങ്കിളുടെ ഫാമിലിക്കാർ ഭയങ്കര പണമുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് കുറച്ചധികം സ്വത്തുകൾ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് രാജകീയമായി എപ്പോഴും ജീവിക്കുന്നത്. ഞാനത് മൂളി കേട്ടു. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, എടി ഈ 2 ആണുങ്ങൾക്കും നല്ല സൗന്ദര്യമുണ്ട്. നമ്മളങ്ങ് തീരെ ചെറുപ്പമായിരുന്നെങ്കിൽ നമ്മൾ 2 പേരും ഓരോരുത്തരെ തിരഞ്ഞെടുത്തേനെ അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ലടി, ഇത്രയും സൗന്ദര്യമുള്ള ആണുങ്ങളൊക്കെ കാണുമെന്ന് പറയുന്നത് അപൂർവമാണ്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്. നിൻ്റെ ഭർത്താവിനെ നീ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്, എൻ്റെ ഭർത്താവിനെ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് എന്ന് വെച്ചിട്ട് ഇവരുടെ 2 സൗന്ദര്യത്തിൻ്റെ പുറത്ത് പോലും നമ്മുടെ ഭർത്താക്കന്മാർ നിൽക്കുമോ? ഇല്ല. അത് പിന്നെ ചേച്ചി സൗന്ദര്യം നോക്കിയൊന്നും അല്ലല്ലോ നമ്മളാരും പ്രേമിച്ചതൊക്കെ, അങ്ങ് വന്ന് ഭവിച്ചു പോയതല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കം എല്ലാവർക്കും തോന്നുമെന്ന് എന്ന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഇന്നാണ് ഞാൻ ആ ഇളക്കം കണ്ടത്. ഞാൻ ആദ്യം ഓർത്തു ഒരു മകനെ പോലുള്ള വാത്സല്യമാണ് ചേച്ചിക്കെന്ന്. പക്ഷേ കാറിൽ കിടന്നുള്ള തുള്ളിക്കളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചേച്ചി അവനെ കണ്ട് വല്ലാതെ ആകർഷിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടീ അവനെ കണ്ടപ്പോഴേ ആദ്യം നീ സ്റ്റക്കായി നിന്ന് ഞാനും ശ്രദ്ധിച്ചു. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒന്നിളകാൻ തോന്നും. പിന്നെ ഞാനവൻ്റെ ബന്ധുവല്ലേ, ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയുകയും ചെയ്യാം, പല ഫംഗ്ഷൻസിനും കാണാറുണ്ട്. നീ ഇപ്പോൾ ഓർക്കും ആ ചെക്കനെ ഞാൻ വളയ്ക്കാൻ ശ്രമിച്ചതാണെന്ന്. ഓ അങ്ങനെയാ ഉദ്ദേശിച്ചില്ലേ ചേച്ചി, ഞാൻ തമാശ പറഞ്ഞതാണെന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, അവനെ വളയ്ക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഞാൻ ഒടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ചേച്ചി എന്താ പറഞ്ഞതെന്ന് ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, എടി അനങ്ങാതിരിക്കുക, ആൻറ്റി അപ്പുറത്തങ്ങാണ് നിന്ന് കേൾക്കും കേട്ടോ, പറയാൻ പറ്റില്ല, അവർക്ക് ഉറക്കമൊന്നുമില്ല ഭർത്താവ് മരിച്ചതിൽ. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ദൂരെ ഇരുന്ന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? അതൊക്കെ അവൻ എന്നോട് മിക്കവാറും ചാറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് പറയും. അപ്പോൾ ചേച്ചിക്ക് ഇതിലൊന്നും ഒരു കുറ്റബോധം തോന്നാറില്ലേ? ഓ ഞാൻ എന്താണ് കുറ്റബോധം തോന്നുന്നത്? എടീ ഞങ്ങൾ 2 കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടന്നു, ഒരു കുട്ടിയും ഉണ്ടായി. അത് കഴിഞ്ഞ് 1 വർഷം കൂടെ നന്നായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴില്ലേ ഈ കാണുന്ന സ്നേഹപ്രകടനങ്ങൾ മാത്രമേ ഉള്ളടി. അങ്ങേർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളുമില്ല. ഞാൻ ചിലപ്പോൾ കെഞ്ചുകയും കേഴുകയൊക്കെ ചെയ്യുമ്പോഴാണ് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നത് പോലെ എനിക്ക് വല്ലതും കിട്ടുന്നത്. ഒന്ന് പോ ചേച്ചി, നിങ്ങൾ 2 പേരും കൂടെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഇണക്കുരുവികളാണെന്ന് പറയുമല്ലോ. ഇണക്കുരുവി എന്നെ കിടന്ന് പറയിപ്പിക്കരുത്. പുറത്ത് കാണുമ്പോൾ അങ്ങേരങ്ങനെ പലതും കാണിക്കും. ഞാൻ അങ്ങേരോട് വ്യക്തമായി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് എന്നോട് പറഞ്ഞതാണ് താല്പര്യം നന്നായി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്ന് വെച്ചിട്ട് വേറെ ആരെയും പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഉദ്ദേശമില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് പുള്ളിയുടെ മനസ്സിൽ നിന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷേ റേഷനാണ് മോളെ കിട്ടുന്നത്, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. കെഞ്ചി കെഞ്ചി പുറകെ നടക്കണം, വല്ലതും കിട്ടും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് ഒന്നും വേണ്ടെന്നായി. അങ്ങേർക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പണ്ടേ വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ വിവാഹ ജീവിതം ഉപേക്ഷിക്കാനൊന്നും ഞാനുമില്ല. കാര്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ ഈ പയ്യനെ കണ്ടിട്ട് ചേച്ചി ഇളകിയത് എന്തിനാ? ഇളകി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും നടക്കണ്ടേ. ഇവനിപ്പോൾ ദൂരെയാണ്. ഇവനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാറ്റിനും റെഡിയാണ് എന്ന് വെച്ചിട്ട് സിറ്റുവേഷൻസ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറ്റ് ചാറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഒരാശ്വാസം അവനും ഇടയ്ക്ക് ഞാൻ ഒരു ആശ്വാസം കൊടുക്കും, ഇടയ്ക്ക് അവനും എനിക്കൊരു ആശ്വാസം തരും. ഒരു പരസ്പര സഹായ നിധി, അത്രയേ ഉള്ളൂ. അയ്യോ ചേച്ചി അങ്ങനെയുള്ള ചാറ്റുകളൊക്കെ ചെയ്യുമോ? പിന്നെ ഞാൻ എന്താ മനുഷ്യസ്ത്രീയല്ലേ, എനിക്ക് ചെയ്തുകൂടെ? ആ ചേച്ചി പറഞ്ഞ സിറ്റുവേഷൻ പോലെയാണ് ചേച്ചിയുടെ ജീവിതമെങ്കിൽ ഏത് സ്ത്രീയാണെങ്കിലും മറ്റ് ആളുകളിലേക്ക് ഒന്ന് ആകർഷിക്കപ്പെടും. കുറ്റം പറയാൻ പറ്റില്ല. ചേച്ചി എൻ്റെ ജീവിതവും ഇങ്ങനെയാകുമോ? ഒത്തിരി കാലം വിവാദം ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ഇതുവരെ ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നുമില്ല. ഭാവിയിൽ ഉണ്ടാവുമെന്നറിയില്ല. ഇതുപോലെ ആകുമോ ചേച്ചി? ഒരു കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല മോളെ. ചിലർക്ക് ആകാം, ചിലർക്ക് ആകാതിരിക്കാം. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ എൻ്റെ ജീവിതം എങ്ങനെയാണ്? പിന്നെ വഴക്ക് വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. അല്ല ചേച്ചി, ചേച്ചി എപ്പോൾ
വേറെന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, തൽക്കാലം അങ്ങനെയൊന്നുമില്ല, അവനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊരു ഉദ്ദേശം മാത്രം, ഒരു സാമീപ്യം, അതും ഒരു രസമല്ലേ? നല്ല രസം തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചി മുറിയിൽ കാണില്ലെന്ന്. അപ്പോൾ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ചേർന്ന് കിടന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, അമ്പടി കൊച്ചു കള്ളി, നീ എനിക്ക് ഉപായങ്ങൾ പറഞ്ഞു തരികയാണോ? ഇത് നല്ലൊരു ഉപായമാണല്ലോ, നീ ഒന്ന് കണ്ണടയ്ക്കാമോ മോളെ? എങ്കിൽ 2 ആഴ്ച ഞങ്ങളിവിടെ ഒരു സ്വർഗപ്പൂങ്കാവനത്തിൽ നീരാടിക്കൊള്ളട്ടെ എന്ന്. ഞാൻ പറയും, നിങ്ങൾ പൂങ്കാവനത്തിൽ നീരാടുകയോ കുളിക്കുകയോ അലക്കുകയോ എന്തെങ്കിലും ചെയ്തോ, എന്നെ പിടിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നുടരുത്, എനിക്ക് പേരുദോഷം വരുത്തരുത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഷെടാ, ഞാൻ നീരാടാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നനയും, നീ നനയില്ലല്ലോ, നിനക്ക് ഇവിടെ കാണാൻ അടങ്ങിയിരുന്നാൽ പോരെ? നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ മോളെ? എങ്കിൽ ഞാൻ നന്നായി നീരാടാം. ഞാൻ പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ലെന്ന് നടിക്കാം, സപ്പോർട്ടുമില്ല, സപ്പോർട്ടില്ലായ്മയില്ല, ഞാൻ ഈ ചിത്രത്തിലേ ഇല്ലെന്ന് പറഞ്ഞു. ശരി മോളെ, അങ്ങനെ മതി, ആരോടും പറയരുതേ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിക്കും, നല്ല പേര് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് ആരോടും പറയില്ല ചേച്ചി, അതോർത്ത് ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ റിസ്ക് അല്ലേ? മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ അനിയനും അപ്പുറത്തെ റൂമിലില്ലേ, അതൊക്കെ അവൻ മാനേജ് ചെയ്യാതിരിക്കടി. നാളെ ആകട്ടെ, ഞാനെല്ലാം വിശദമായിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്, നീ ഇപ്പം കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ 2 പേരും കൂടിയാണ് അന്ന് സുഷുപ്തിയിലാണ്ടത്. പിറ്റേ ദിവസം ഞാനും ചേച്ചിയും കൂടെ ട്രെയിനിങ്ങിന് പോയി. അവനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. വൈകുന്നേരമായപ്പോൾ അവൻ വന്നു. ഞങ്ങൾ ആദ്യം ബീച്ചിലേക്ക് പോയി. ഞാൻ ബീച്ചിൽ തിരകളെണ്ണിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും അവനും കൂടെ ദൂരെ മാറിയിരുന്ന് പ്ലാനിങ് നടത്തുകയായിരുന്നു. തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അവൻ വിളിക്കും, ആ സമയത്ത് ഞാൻ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ റൂമിലേക്ക് അങ്ങ് പോകും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. മോളെ, കഥകിന് കുറ്റിയിടല്ലേ, ഞാൻ വരുന്നത് വരെ നീ കാത്തിരിക്കുമോ? ഞാൻ പറഞ്ഞു, കാത്തിരിക്കാനൊന്നും വയ്യ, ഞാൻ കഥ ചേർത്തടച്ചേക്കാം. പിന്നെ നിങ്ങളുടെ ആൻറ്റിക്ക് ഉറക്കില്ലെന്നല്ലേ പറഞ്ഞത്, അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ മാനം ചെയ്തോളാം. ചേച്ചി നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. നീ ഒരു സ്ത്രീയല്ലേ, നിനക്ക് മനസ്സിലാകില്ലേ എനിക്കെന്താ പ്രശ്നമെന്ന്? ഞാനപ്പോൾ ചേച്ചി ആശ്വസിപ്പിച്ചു. എനിക്കറിയാം ചേച്ചിയുടെ പ്രശ്നം, ചേച്ചി ധൈര്യത്തോടുകൂടി പോയിട്ട് വാ, ഞാൻ എല്ലാ സപ്പോർട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. സ്ത്രീയല്ലേ മാഡം, സ്ത്രീക്കും കാണില്ലേ മോഹവും ദാഹവും ഒക്കെ, അപ്പോൾ പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാനും ഒരു സ്ത്രീയല്ലേ. അന്ന് രാത്രി 12:10 അവൻ സിഗ്നൽ കൊടുത്തത്. ചേച്ചി പതുമി അങ്ങ് കയറിപ്പോയി. എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആൻറ്റിയുടെ റൂം. ഇനി അവരെങ്ങാനും വന്ന് മുട്ടുകയോ ചേച്ചി എവിടെയെന്നോ വല്ലതും ചോദിക്കുമോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. വെളുപ്പിന് 4:30 ആയപ്പോഴാണ് ചേച്ചി വന്നത്. 5 മണിയാകുമ്പോഴേക്കും ആൻറ്റി എഴുന്നേക്കും പോലും ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞു. വന്നുടനെ തന്നെ എന്നെ കുലുക്കി അങ്ങ് വിളിച്ചു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ, എന്താ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ കാതിൽ കിള്ളിയിട്ട് പറയുകയാണ്, അച്ഛനേക്കാൾ കേമമാണ് മോൻ. എൻ്റെ പൊന്നുമോളെ, എൻ്റെ കുറവുകളെല്ലാം തീർന്നടി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കുലുക്കി. ഞാനത് കേട്ട് ഞെട്ടി എഴുന്നേറ്റു. അച്ഛനേക്കാൾ മിടുക്കനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എത്ര വർഷത്തിന് മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, പണ്ടേ എങ്ങനെയായിരുന്നു, ബന്ധുവീട്ടിൽ വന്നിടയ്ക്ക് താമസിക്കുമല്ലോ, പുള്ളിയെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നടി. ഞാൻ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തു, അത് അങ്ങ് ഫലിച്ചു. പിന്നെ ജീവിതത്തിൽ 1-2 വട്ടം കൂടി വിവാഹത്തിന് മുമ്പ് അദ്ദേഹത്തെ കാണേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്നൊക്കെ പ്രേമത്തിലായിരുന്നില്ലേ? അതൊന്നും എനിക്കറിയില്ലടി. കാണുമ്പോൾ സൗന്ദര്യമുള്ള ആളല്ലേ, അപ്പോൾ പിന്നെ പ്രേമമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചി ഒരു വലിയ കള്ളിയാണ്. ചേച്ചിക്ക് പ്രേമമാണെന്ന് പറഞ്ഞ ഒരാൾ, അല്ലാതെ കുറേ ആൾ. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോഹം അങ്ങനെയാ മോളെ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഭർത്താക്കന്മാരെ വിശ്വസിപ്പിച്ച് അങ്ങ് ജീവിക്കുക. ഭർത്താക്കന്മാരും അങ്ങനെയാണ്. ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞ സ്ഥാനമാണ് പെണ്ണെ, അല്ലാതെ നമ്മുടെ സ്ഥാനത്തിൻ്റെ ചില പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റു ചില ആളുകൾ തന്നെ വേണം. അപ്പോൾ ചേച്ചി ജീവിതത്തിലും അഭിനയിച്ച് തകർക്കുക അല്ലേ, നല്ലൊരു ഭാര്യയാണെന്ന് പറഞ്ഞ്? അങ്ങനെ അല്ലടി, ശരിക്കും നല്ലൊരു ഭാര്യയാകാനും നല്ല പ്രേമമൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, 2 വർഷം കഴിഞ്ഞപ്പം അങ്ങേർക്ക് താല്പര്യം പോയി. അപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ താല്പര്യങ്ങൾ വെളിയിൽ
മെയിൽ വരുന്നതിൽ പ്രശ്നമുണ്ടോ മോളെ? എന്താടി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യടി. ഇതിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, എൻ്റെ ഉള്ള സദാചാരം കൂടെ പോകും എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചു. സാരമില്ല മോളെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നീ എൻ്റെ സോൾമേറ്റ് അല്ലേടി എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെ മിക്കവാറും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു. ചേച്ചി വളരെ സന്തോഷവതിയായി തിരിച്ചു വന്നു. ഒരു ദിവസം വന്നപ്പോൾ ചേച്ചിയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. ഇതെന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ് മോളെ. അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ജോക്ക് ഞാൻ എടുത്തോണ്ട് വന്നാണെന്ന് അത് കേട്ടപ്പോഴേക്കും ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. ചേച്ചി പറഞ്ഞു, നിനക്കതിൻ്റെ ഒന്നും ആന്തരാർത്ഥം മനസ്സിലാകില്ല, എല്ലാം പതുക്കെ മനസ്സിലാകും. ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ താല്പര്യമില്ലെന്ന്. ചേച്ചിയപ്പോൾ എൻ്റെ മുഖയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല കുട്ടി, നിനക്ക് അത് തന്നെയാണ് നല്ലത്. ഞാൻ വിചാരിച്ചു നിനക്കും അവനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. വേണ്ടല്ലോ, നീ സദാചാരവതിയും ശീലാവതിയുമാണല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഓക്കെ മോളെ. അന്നേരം അങ്ങനെ ചേച്ചിയോട് പറഞ്ഞെങ്കിലും പിന്നീട് ചേച്ചി വെച്ച് ഓഫർ എൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു. ഇനിയും ഏകദേശം 5-6 ദിവസം കൂടെ ഉള്ളൂ. അതിനു മുമ്പ് ചേച്ചിയോട് ഞാൻ തുറന്നു പറയണം, എനിക്കും ആഗ്രഹങ്ങൾ അലയടിക്കുന്നുണ്ടെന്ന്. ഒരു ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചു. സാരമില്ലടി, എനിക്കിനിയും അവനെ കാണാനുള്ള 100 മാർഗങ്ങളുണ്ട്. പക്ഷേ നിനക്കവനെ കാണണമെങ്കിൽ കഠിനമായിരിക്കും മാർഗങ്ങൾ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളായിരിക്കും ഇന്ന് പോകുന്നത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ തൽപര കക്ഷിയാണെന്നേ, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ അവൻ എന്നോട് പ്രേമമൊന്നുമില്ല, എനിക്ക് അവനോടും പ്രേമമില്ല. എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലായ്പ്പോഴും നല്ല ജോറായി നടക്കണം, അതേ ഉള്ളൂ ഈ ചേച്ചിക്ക് ഉദ്ദേശം. മോള് നന്നായി വരും മോളെ. ഇന്ന് 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ മോൾക്കും താളമേളത്തിന് സമയമാകും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ടെൻഷനായിരുന്നു. ഭർത്താവിനെ വഞ്ചിക്കുകയാണല്ലോ എന്നൊരു തോന്നൽ. പക്ഷേ ഒന്നും എൻ്റെ കൺട്രോളിലുമല്ല. ചേച്ചിയുടെ ആശീർവാദത്തോടു കൂടി കാലടി എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പണ്ടേ ചേച്ചിയുടെ കൂടെ ഞാൻ കൂടേണ്ടതായിരുന്നു. ഭർത്താവിനെ മാത്രം പൂജിച്ച് കഴിയേണ്ട ഒരാവശ്യവുമില്ലെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. തുടർച്ചയായ 5 ദിവസങ്ങൾ അന്ന് ആറാട്ടും പൂജയും ഉണ്ടായിരുന്നു. ചേച്ചി തുടർച്ചയായ ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ടേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ചേച്ചി വെറുതെ ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഏയ് ഒന്നുമില്ല, അനിയനില്ലേ അപ്പുറത്തെ റൂമിൽ, അവനും എന്നോട് വളരെ ഇഷ്ടമുള്ളവനാണ്. ചേച്ചി ആ രാജ്യം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അവിടുത്തെ ജീവിതവും ട്രെയിനിങ്ങും വളരെ ജോറായിരുന്നു. അങ്ങനെ ഞങ്ങൾ രഹസ്യമായ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഡേറ്റുകളെല്ലാം തെറ്റിയിരിക്കുന്നു. ഭർത്താവിനോട് പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചു. ചേച്ചിയെ വിളിച്ച് ഞാൻ കരഞ്ഞു. ചേച്ചി പറഞ്ഞു, വെറും 15 ദിവസം, ഒരു പ്രശ്നമില്ലടി. നീ അവനോട് സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറ, അവന് സന്തോഷമാകും. ഒഴിവാക്കാനൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാ മോളെ. അത് അവൻ തന്നെയാണ് എന്നങ്ങ് വിചാരിച്ച് നീ മുന്നോട്ട് പോയാൽ മതി. കാര്യങ്ങൾ അങ്ങനെയാകാൻ 100% സാധ്യതയില്ലെങ്കിൽ പോലും നീ അങ്ങ് ധൈര്യവേദയായിട്ടിരിക്കുക. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്ന് പറഞ്ഞ് ചേച്ചി ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഇനി ഈ വിഷയം നീ സംസാരിക്കരുത്, ഇതിനെക്കുറിച്ച് നമുക്ക് 2 പേർക്കും ഒന്നും അറിയില്ല, നമ്മൾ മറന്നു കളഞ്ഞു, നീയും അങ്ങ് മറക്കുക. അങ്ങനെ തന്നെ ഞാനും ചെയ്യാൻ ശ്രമിച്ചു, കാര്യങ്ങൾ അറിയിപ്പിച്ചു. അപ്പോഴേക്ക് 2 വീട്ടുകാർക്കും സന്തോഷമൊക്കെയായി. എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി പ്രകാശപൂർണ്ണമാണെങ്കിലും ഓരോ നിമിഷവും എനിക്ക് കുറ്റബോധമുണ്ട്. വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ പറ്റൂ മാഡം. അങ്ങനൊരു ധർമ്മസങ്കടമായതുകൊണ്ടാണ് ഇത് മാഡം വായിച്ച് കേൾക്കുമ്പോൾ എനിക്കൊരു റിലാക്സേഷനെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ഈ ഒരു കഥ എഴുതി അയച്ചത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും മറ്റുള്ളവരെ കണ്ടിട്ട് അനുകരിക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ വളരെ കുറച്ചായിരിക്കും അനുകരിക്കുക. ചീത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുകരിക്കും. മറ്റൊരാളെ കണ്ട് ഭ്രമിച്ചു പോകുന്ന ഒരു സംഗതിയാണ് ഇത്തരം വിഷയങ്ങൾ. അതങ്ങനെയുള്ള അബദ്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ കഥകളിൽ വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും നിങ്ങൾ പറയുന്നു. ഇപ്പം കുറ്റബോധത്തിനൊന്നും ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മറക്കുക, എല്ലാം
നോർമൽ ആണെന്ന് വിചാരിക്കാൻ ശ്രമിക്കുക. ഇത്തരമൊരു ചുറ്റുപാടിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ സദാചാരമോ അല്ലെങ്കിൽ ധൈര്യക്കുറവോ ഒന്നും പാടില്ല. ഇതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിച്ചു പോവുക. അപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ നേരിട്ടല്ലേ മതിയാകും. അതുകൊണ്ട് ടെൻഷനൊക്കെ കുറച്ചിട്ട് അവനവൻ്റെ ഹെൽത്തും ഭാവിയിലെ കാര്യങ്ങളും നോക്കുക. അലകുലത്തുകൾക്കൊന്നും പോകാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്.